ഹലോ, തവയിൽ ചുട്ടെടുത്ത ഒരു അയില റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. കഴുകി വൃത്തിയാക്കിയ അയില കുറച്ച് നാരങ്ങ നീരും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. അതിനുശേഷം ദോശക്കല്ലോ അടി കട്ടിയുള്ള ഒരു പാനോ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സ്ലൈസ് ചെയ്ത ഓണിയൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കനം കുറച്ചരിഞ്ഞ കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും ചോപ്പ് ചെയ്ത പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അയില അടിക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സ്ലൈസ് ചെയ്ത ഒണിയനിലേക്ക് കനം കുറച്ചരിഞ്ഞ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് കൈകൊണ്ട് നല്ലപോലെ ഞെരടിയതിന് ശേഷം ഫിഷിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കണം. ഇനി കുറച്ച് വെളിച്ചെണ്ണ തളിച്ചതിന് ശേഷം എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും കുതിർത്ത കുടംപുളിയുടെ വെള്ളവും തളിച്ചു കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം വെന്ത് വന്നതിന് ശേഷം മീൻ തിരിച്ചിട്ട് ചുട്ടെടുക്കണം. മീഡിയം ഹീറ്റിൽ നല്ലപോലെ സീസൺ ചെയ്ത പാനിൽ ചുട്ടെടുത്തില്ല എന്നുണ്ടെങ്കിൽ അയില പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അധികം കരിഞ്ഞു പോവാതെയും ഉടഞ്ഞു പോവാതെയും ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചുട്ടെടുക്കാൻ. അവസാന സ്റ്റേജിൽ കുക്കിംഗ് തീരുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. ചുട്ടെടുത്ത അയില റോസ്റ്റ് റെഡിയായി. വെളിച്ചെണ്ണയിലും ഇഞ്ചിയിലും സവാളയിലും കിടന്ന് ചെറിയ ചൂടിൽ മുരിഞ്ഞു വന്ന നല്ല മണമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അയില. ഇതേപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫിഷും അതുകൂടാതെ ചിക്കൻ റോസ്റ്റും തവയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പാത്രം ചോറിനാൻ തന്നെ ഈ ഒരു മസാല മാത്രം മതിയാവും. പറ്റുമെങ്കിൽ 15 മിനിറ്റ് ഇലയിൽ കൂടി ഒന്ന് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ലെവൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. താങ്ക്